ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. നമ്മൾ വളർത്തിയെടുക്കുന്ന സമയങ്ങളിൽ അല്പം ശ്രദ്ധ കൊടുത്ത് വളർത്തേണ്ട ചില ചെടികളിൽ ഒന്നാണ് ജമന്തി. നല്ല രീതിയിൽ വളർന്നു കഴിഞ്ഞാലോ വളരെ ഈസി ആയിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, മനോഹരമായിട്ട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ചില ചെടികളിൽ ഒന്നുകൂടിയാണ് ജമന്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ജമന്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടിപ്സ്, അതുപോലെ തന്നെ ജമന്തി വേര് പിടിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ ജമന്തി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കമ്പുകൾ കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഒരു ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെ വേര് പിടിപ്പിച്ച് നമ്മളൊരു ചെടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ചെടിക്ക് അങ്ങനെ വലിയൊരു ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാറില്ല. പെട്ടെന്ന് തന്നെ ചെടി നമ്മുടെ ഒരു മണ്ണുമായിട്ട് പെട്ടെന്ന് തന്നെ യോജിച്ച് അതിനെ പൊരുത്തപ്പെട്ട് വളർന്നു വരാൻ തുടങ്ങും. അപ്പോൾ നമ്മളൊരു ചെടി വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത്, ജമന്തി വാങ്ങിച്ചു കൊണ്ടുവരുന്നതിനേക്കാളും ഏറെ നല്ലത്, നമ്മളിതിൻ്റെ ഒരു ചെറിയ കട്ടിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടിങ്സ് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് അത് വേര് പിടിപ്പിച്ച് ഒരു ചെടിയാക്കി വളർന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് എങ്ങനെയുള്ള ആളുകൾക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ജമന്തിയൊക്കെ ഒരുപാട് തവണ വാങ്ങിച്ച് നട്ട് വളർത്തിയിട്ടും പിടിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. നല്ല രീതിയിൽ പിടിച്ച് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് ജമന്തി വാങ്ങിച്ചിട്ട് നട്ടുപിടിപ്പിക്കാം. അങ്ങനെ വളർന്നു വരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, അതുപോലെ കട്ടിങ്സ് എടുക്കുക, ചെറിയ കമ്പുകൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ വേര് പിടിപ്പിച്ച് നമുക്ക് ഒരു പുതിയ ചെടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ജമന്തിയുടെ കമ്പുകൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ്. റൂട്ടിംഗ് ഹോർമോൺ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ജമന്തിയുടെ തണ്ടുകൾക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മുൻപത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ചെടികളൊക്കെ വേര് പിടിപ്പിക്കുകയാണെങ്കിൽ കറ്റാർവാഴ ജെല്ല് നമുക്ക് അതിന് വേണ്ടി ഉപയോഗിക്കാമെന്ന്. അതേപോലെ തന്നെ നമുക്ക് ഈ ജമന്തിയുടെ തണ്ടും വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാം. കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി വരും. അപ്പോൾ അതിന് വേണ്ടി ഇതേപോലെ ചെറിയൊരു കഷ്ണം കറ്റാർവാഴയുടെ ഒരു തണ്ട് എടുക്കുക, അല്ലെങ്കിൽ ഈ ഇലയുടെ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ഈ തണ്ട് എടുത്തിട്ട് ഈ കറ്റാർവാഴയുടെ ഈ ജെല്ലിനകത്തോട്ട് ഒരു അര ഇഞ്ച് ആഴത്തിൽ കുത്തി വെക്കുക. ഒരു 5 മിനിറ്റ് നേരം ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജെല്ല് നല്ല രീതിയിൽ ഈ തണ്ടിൻ്റെ താഴ്ഭാഗത്തിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ച് ചെറിയ രീതിയിലൊക്കെ ചെടി അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇത് നമ്മളൊരു ചെറിയൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ചെടി വേര് പിടിച്ച് പുതിയ ചെടിയായിട്ട് മാറും. അപ്പോൾ നമ്മുടെ കയ്യിൽ അല്പം കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ, വെർമി കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ അല്പം ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് അതിൽ ഒരു കമ്പ് കുത്തി തണലത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ വേര് പിടിച്ച് പുതിയ ചെടിയായിട്ട് മാറും. അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചകിരിച്ചോറും അല്പം കമ്പോസ്റ്റ് കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ നമുക്കിത് കുത്തി വെക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇതിൽ വേര് വരും. പക്ഷെ നമ്മൾ നേരിട്ട് മണ്ണിൽ കുത്തി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തണ്ട് അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചട്ടിയിൽ ഈ ഒരു പോട്ടി മിക്സ് വെച്ച ശേഷം അതിൽ നമുക്ക് ഈ ഒരു തണ്ട് കുത്തി വെച്ച് കൊടുക്കുക. അങ്ങനെ തണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത് വേരെല്ലാം പിടിച്ച് സെറ്റായിട്ട് ഇതിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ പൊട്ടി മുളച്ചുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ഈ ഒരു രീതിയിൽ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. കറ്റാർവാഴ ജെല്ല് വളരെ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. നമുക്ക് വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ ഉണ്ടായിരിക്കും. അപ്പോൾ കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഒരു ജമന്തി നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് മുൻപ് ഞാനിതുപോലെ വേര് പിടിപ്പിച്ച ഒരു ജമന്തി ചെടി കാണിച്ചുതരാം. ഇതുപോലെ കട്ടിങ്സ് എടുത്തിട്ട് ഇതുപോലെ കറ്റാർവാഴ ജെല്ല് ഉപയോഗിച്ച് നട്ട് പിടിപ്പിച്ച ഒരു ചെടിയാണിത്. ഇത് നമ്മൾ ഇതുപോലെ കട്ടിങ്സ് എടുത്ത് പിടിപ്പിച്ചാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം പുതിയ ശിഖരങ്ങളെല്ലാം പൊട്ടി മുളച്ചുണ്ടായിട്ട് ചെറുതായിട്ട് ബുഷായിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെടി വളർത്തി കഴിഞ്ഞാൽ നേരിട്ടത് ബുഷായിട്ട് മാറില്ല. പകരം ഈ ചെടി ഇങ്ങനെ കുത്തനെ വളർന്നു പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുപാട് ചെടികളുടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവമാണത്. ചെടി നീളത്തിൽ വളർന്നു പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. അതിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ചെടി വളർന്നു വരുമ്പോൾ തൂമ്പിൻ്റെ ഭാഗം നമ്മളൊന്ന് ഉള്ളി വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ തെഴുപ്പുകളെല്ലാം പൊട്ടിമുളച്ച് അതൊരു ബുഷായിട്ട് ചെടി വളർന്നു വരാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം പ്രൂണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടിക്ക് അത്യാവശ്യമാണ്. ഇതിൻ്റെ തലപ്പുകൾ നമ്മൾ ഇടയ്ക്ക് നുള്ളി കൊടുക്കേണ്ടതുണ്ട്. ഇപ്പം തന്നെ ഇതിൽ പൂമുട്ടുകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ചെടിയാണ്, എന്നാൽ പോലും ഇതിൽ പുതിയ പൂമുട്ടുകളെല്ലാം പ്രത്യക്ഷപ്പെട്ട് പുതിയ ഒരു ചെടിയായിട്ട് പൂത്തു വരുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ചെടി വളർത്തുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു ചെടിയിൽ നുള്ളി ഒഴിവാക്കുന്നതിന് പകരം അത് ചെടി ഒടിച്ച് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് മഴക്കാലങ്ങളിൽ പറ്റുള്ളൂ, വേനൽക്കാലങ്ങളിൽ പറ്റില്ല. മഴക്കാലങ്ങളിൽ ഇങ്ങനെ ചെടിയുടെ തണ്ടുകൾ ഒടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒടിച്ചു വെച്ച ഭാഗത്ത് പുതിയ വേരുകൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചെറുതായിട്ട് വേര് പൊടിഞ്ഞ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വേരുകൾ പൊടിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമുക്കിതെടുത്തിട്ട് പിന്നെ പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പുതിയൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും. ഇതിൻ്റെ വേര് ഒരിക്കലും ഒരുപാട് നീണ്ടു വരില്ല. ഈ ഒരു ചെറിയ പൊടിപ്പ് മാത്രമേ ഇതിൽ വേരുണ്ടാവുള്ളൂ. ഈ വേരുണ്ടാവുന്ന സമയത്ത് ഇത് മുറിച്ചിട്ട് നമുക്ക്
വേറൊരു ചട്ടിയിലോട്ടോ അല്ലെങ്കിൽ വേറൊരു ഗ്രോ ബാഗിലേക്ക് നമുക്ക് മാറ്റി നട്ടുകൊണ്ട് ഇതും പുതിയൊരു ചെടിയാക്കി മാറ്റാം. അപ്പം ഇങ്ങനെ പൂക്കൾ ഉണ്ടാവുന്ന ചെടി നമുക്ക് ചെറുതായിട്ട് അതിന്റെ തൂമ്പിന്റെ ഭാഗം ഒടിച്ച് വെച്ച് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ കുറ്റിയായിട്ട് നമുക്ക് പിന്നെയും പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതും നമുക്ക് നമ്മൾ നേരത്തെ കുത്തിവെച്ച ആ ഒരു പോട്ടിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ തലപ്പ് നുള്ളി കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന്റെ അടിഭാഗത്ത് ഇതുപോലെ ബുഷായിട്ട് പുതിയ തെഴുപ്പുകൾ വരുന്നത്. നമ്മൾ നുള്ളി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു ചെടിയിൽ ഇതുപോലെ ബുഷായിട്ട് തെഴുപ്പുകൾ ഉണ്ടാവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. നീണ്ടു പോകാനേ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് നുള്ളി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലെ ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ചെടി അത് പ്രൊമോട്ട് ചെയ്യുള്ളൂ. ചെടിക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അപ്പം ഇങ്ങനെ ചെടിയിൽ ഒരുപാട് തെഴുപ്പുകളൊക്കെ ഉണ്ടായി പുതിയ ശിഖരങ്ങളും ചില്ലകളൊക്കെ ഉണ്ടായി വരുന്ന സമയങ്ങളിൽ നന്നായിട്ട് മഴ പെയ്യുന്ന സമയമാണ്. ആ ഒരു സീസൺ ആണെന്നുണ്ടെങ്കിൽ മഴ തുടർച്ചയായിട്ട് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തണ്ടുകളിലൊക്കെ ഒരുപാട് വെള്ളം ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ വന്ന് വീഴുന്ന സമയങ്ങളിൽ ചില തണ്ടിൻ്റെ ഭാഗങ്ങളിൽ ഇതുപോലെ വേരുകൾ ഇറങ്ങി വരാറുണ്ട്. മഴയുള്ള സമയങ്ങളിലൊക്കെയാണ് കാണാറ്. ഒരുപാട് വേരുകൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. പുതിയ പുതിയ ചില്ലകൾ പൊട്ടി ഉണ്ടാകുമ്പോൾ ഈ ചില്ല പൊട്ടി വരുന്ന ഭാഗങ്ങളിലൊക്കെ വേരുകൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ചില്ല വേണമെങ്കിൽ നമുക്ക് ഇളക്കി എടുത്തിട്ട് പുതിയൊരു ചട്ടിയിലേക്ക് നട്ട് അതൊരു പുതിയൊരു ചെടിയാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊക്കെ മഴക്കാലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിലാണ്. ഇതുപോലെ ഒടിച്ചു വെച്ചിട്ട് വേര് വരുത്തുക, അതുപോലെ വേരുകൾ ഇറങ്ങി വരുന്ന ചില്ലകൾ മാറ്റി വെക്കുക. ഇതൊക്കെ മഴക്കാലങ്ങളിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. വേനൽക്കാലങ്ങളിൽ നമുക്കിതുപോലെ കമ്പുകൾ മുറിച്ച് നട്ടുകൊണ്ട് പുതിയ ചെടികളൊക്കെ ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇഷ്ടംപോലെ തൈകൾ നമുക്ക് ജമന്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പലരും മിസ്സായി പോകുന്നൊരു കാര്യമാണ് ജമന്തിയൊക്കെ വളർത്തുന്ന സമയങ്ങൾ. ജമന്തി മാത്രമല്ല മറ്റുള്ള ചെടികൾ, റോസൊക്കെ വളർത്തുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്. നീണ്ടു പോവുകയാണ്, വിചാരിക്കുന്ന പോലെ ചില്ലകളോ അല്ലെങ്കിൽ ശിഖരങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല പലരും പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള മെയിൻ റീസൺ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കാത്തതാണ്. നിറച്ച് ബുഷായിട്ട് പൂക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഇടയ്ക്ക് പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ചെടിയിൽ നിറച്ച് പൂക്കൾ ഉണ്ടാവില്ല. 1-2 പൂക്കൾ ഉണ്ടാവുള്ളൂ. ചില്ലകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രൂണിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്, വളരെ നല്ലതാണ്. ഇത് നമ്മുടെ ലാങ്ങി ചെടിയാണ്. നമ്മൾ മുൻപ് കാണിച്ച ആ ചെടിയാണിത്. എല്ലാ ചില്ലകളിലും ഇപ്പം പൂക്കൾ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ചെടി ഇപ്പോൾ നിറച്ച് പൂക്കൾ വന്ന് ഇരിക്കുന്ന സമയമാണ്. നമ്മൾ പഴത്തിലിട്ട് വെച്ച വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇതിൽ നിറച്ച് പൂക്കളെല്ലാം പൂമുട്ടുകളെല്ലാം വന്ന് സെറ്റായിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ വന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞാലുള്ള സ്മെല്ല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം സ്മെല്ലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയുടെ കൂടെ ഇതിൻ്റെ ഒരു വീഡിയോ കൂടി അറ്റാച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ ലാങ്ങി ചെടി നിറച്ച് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിറച്ച് അടുത്ത ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില പൂമുട്ടുകളൊക്കെ വിരിഞ്ഞ് ഏകദേശം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. സീസൺ ഇല്ലാതെ നിറച്ച് പൂമുട്ടുകൾ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഓരോ സെക്ഷൻ പൂക്കൾ വിരിഞ്ഞ് കഴിയുന്നതനുസരിച്ച് ഇതിൻ്റെ തൂമ്പിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ പൂമുട്ടുകൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതനുസരിച്ചാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കുക, നനച്ചു കൊടുക്കുക, കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിൽ പുതിയ പൂമുട്ടുകളൊക്കെ ഉണ്ടായി നിറച്ച് പൂക്കളുണ്ടാവും. വളരെ സ്മെല്ല് കൂടിയ ഒരു വെറൈറ്റി ചെടിയാണ് നമ്മുടെ ലാങ്ങി. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കുക. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് കാണുന്നവരെ ഹാപ്പി ഗാർഡനിങ്.